ഇനി നമ്മൾ പോകുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യങ്ങളെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. ഇന്നും ഇപ്പോൾ 10-12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്കൊക്കെ ഏർപ്പെടുത്തി. പക്ഷെ നമ്മുടെ വാർത്ത അതല്ല. ഈ യാത്രാവിലക്കിൽ കായിക താരങ്ങൾക്ക് ഇളവുണ്ട് എന്നുള്ളതാണ്. ക്ലബ് ലോകകപ്പും ഫിഫ ലോകകപ്പും ഒളിമ്പിക്സും ഒക്കെ വരാനിരിക്കുകയാണ് ഈ തീരുമാനം. ഇറാൻ ടീമിനും ലോകകപ്പിൽ പങ്കെടുക്കാം. രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട് നമുക്കിപ്പം. രുചീഷ് പറഞ്ഞതുപോലെ ഈ യാത്രാവിലക്ക് നിരവധി രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കായിക താരങ്ങൾക്ക് ട്രംപ് ഒരു ഇളവ് നൽകുന്നത്. എന്താണ് വിവരങ്ങൾ? ഈ യാത്രാവിലക്ക് വന്നപ്പോൾ തന്നെ വലിയ ആശങ്കയോടെയാണ് കായിക ലോകം അതിനെ കണ്ടത്. പ്രത്യേകിച്ച് ഈ 15-ാം തീയതി ജൂൺ 15-ാം തീയതി ക്ലബ് ലോകകപ്പ് തുടങ്ങുകയാണ്. അതിന് പിന്നാലെ 2026 അമേരിക്ക കൂടി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് വരുന്നു. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് വരുന്നു. ഈ പശ്ചാത്തലത്തിൽ കായിക താരങ്ങൾക്ക് കൂടി വിലക്കുണ്ടായാൽ ആ പരിപാടികളെയൊക്കെ അത് ബാധിക്കും എന്ന തരത്തിൽ ഒരു ആശങ്കയ്ക്കിടെയാണ് ഇപ്പോൾ കായിക താരങ്ങളെയും പരിശീലകരെയും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയും ഒഴിവാക്കിക്കൊണ്ട് ആണ് ഈ ബാൻ എന്ന് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ ബാൻ ബാധകമാകില്ല, ഈ വിലക്ക് ബാധകമാകില്ല എന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയുമായി രാജ്യാന്തര തലത്തിൽ ഇറാനുമായി നിരവധി ഉപരോധങ്ങളൊക്കെ തുടരുന്നുണ്ട്. പക്ഷേ ഇറാന് കൂടി ഈ വിലക്ക് ഒഴിവാക്കിയ നടപടിയിൽ ഇറാനെ കൂടി ഉൾപ്പെടുത്തുകയാണ്. കാരണം ഫിഫ ലോകകപ്പിന് ഇറാൻ നിലവിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാന്റെ താരങ്ങൾക്കും പരിശീലകർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കൊന്നും ഈ വിലക്ക് ബാധകമാകില്ല. പക്ഷേ ഈ പൗരർക്ക് ഈ രാജ്യത്തേക്ക് വരുന്നത് സംബന്ധിച്ച വിലക്ക് തുടരും. അതുകൊണ്ട് തന്നെ ഇത്തരം വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന 12 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ മത്സരങ്ങൾ കാണാനായി അമേരിക്കയിൽ വരുന്ന വിലക്ക് തുടരും. അത് ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഇത്തരം തീരുമാനങ്ങളൊക്കെ പലപ്പോഴും എടുക്കുകയും പിന്നാലെ പിൻവലിക്കുകയൊക്കെ ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സാധാരണ ഒരു നടപടിക്രമം കൂടിയാണ്. അത്തരത്തിൽ ഈ ലോകകപ്പോ അല്ലെങ്കിൽ ഒളിമ്പിക്സോ വരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ നിലവിൽ ഫിഫ പ്രതികരിച്ചിട്ടില്ല. നൽകുകയായിരുന്നു രുചീഷ് രവീന്ദ്രൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.